ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവനുള്ള വസ്തുവോ ജീവനില്ലാത്ത വസ്തുവോ ഏതിനും ചലനം സാധ്യമാകണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് അല്പം പോലും ഒഴിവാക്കാനാവാത്ത ഘടകമാണ് ജലം. നാം ദിവസവും കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവിനെ പറ്റിയും അതിന്റെ ഗുണങ്ങളെ പറ്റിയും പിന്നെ ഒഴിവാക്കിയാലുള്ള ദോഷങ്ങളെ പറ്റിയുമൊക്കെ ഒന്ന് നോക്കിയാലോ. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കുള്ളിലും പുറത്തും ജലാംശമുണ്ട്. നമ്മുടെ തലച്ചോർ, ഹൃദയം, ശ്വാസകോശം, കിഡ്നി എന്നിവയുടെ ആരോഗ്യത്തിനും ശരിയായ പ്രവർത്തനത്തിനും ധാരാളം വെള്ളം ആവശ്യമാണ്. നല്ല ആരോഗ്യത്തിന് ഉറക്കം, ഭക്ഷണക്രമം, എക്സർസൈസ് എന്നിവ മാത്രം കൃത്യമായി നോക്കിയാൽ പോരാ. ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്താനും ചുറുചുറുക്കോടെ എന്നും ചെറുപ്പമായിരിക്കാനും വെള്ളത്തിന്റെ സ്ഥാനം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ഒരാൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് കൃത്യമായി പറയുക സാധ്യമല്ലെങ്കിലും അയാളുടെ പ്രായം, ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടോ, ശാരീരിക അധ്വാനം കൂടുതലുള്ള ജോലിയാണോ ചെയ്യുന്നത്, മെൻസ്ട്രേഷൻ ആളാണോ, ചൂട് കൂടുതലുള്ള അവസ്ഥകളിലാണോ ജോലി തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും, തണുപ്പുള്ള രാജ്യത്താണോ താമസിക്കുന്നത്, AC ഉപയോഗിക്കുന്നവരാണോ തുടങ്ങിയവ കൊണ്ടും ഒരാളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നോർമലായി 30 കിലോഗ്രാമിന് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. 1 മുതൽ 3 ലിറ്റർ വെള്ളം വരെ പുരുഷന്മാരും 2.5 ലിറ്റർ വരെ സ്ത്രീകളും കുടിച്ചാൽ നന്ന് എന്ന സാരം. രാവിലെ വെറും വയറ്റിൽ 1 ഗ്ലാസ് മുതൽ 1/2 ലിറ്റർ വരെ ജലം ഒരു ട്രിപ്പിൽ കുടിക്കാവുന്നതാണ്. ഇത് രാത്രി മുഴുവനും ആമാശയത്തിൽ നടന്ന പ്രക്രിയകൾക്ക് ശേഷം വയറൊന്ന് ക്ലിയർ ആകാനും നല്ല എനർജിയോടെ ദിവസം തുടങ്ങാനും സഹായിക്കുന്നു. രാവിലെ ഒരു ചായ നിർബന്ധമുള്ളവർക്ക് ചായ കുടിക്കുന്നതിന് അരമണിക്കൂർ മുമ്പെയോ 1/4 മണിക്കൂറിന് ശേഷമോ വെള്ളം കുടിക്കാവുന്നതാണ്. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പും അതുപോലെ ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പും കുറച്ച് വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. ശരീരത്തിൽ വെള്ളം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം തന്നെയാണ്. ശരീരത്തിൽ ജലാംശം കൂടുമ്പോൾ തലച്ചോറിലുള്ള ഓസ്മോ റിസപ്റ്റേഴ്സ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ആന്റി ഡയൂററ്റിക് ഹോർമോൺ റിലീസ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകും. ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് നിരീക്ഷിക്കുന്നതാണ് ഓസ്മോ റിസപ്റ്റേഴ്സ്. ആന്റി ഡയൂററ്റിക് ഹോർമോൺ കൂടുതലായുള്ള വെള്ളം പുറന്തള്ളാൻ കിഡ്നിക്ക് നിർദ്ദേശം നൽകുന്നു. അത് ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിന് ഫലപ്രദമായ ഒരു മാർഗമാണ്. പെട്ടെന്ന് പ്രായമാകുന്നത് തടയുകയും ചെറുപ്പം നിലനിർത്തി ഫ്രഷ് ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു. അതിനാൽ തന്നെ പല രോഗങ്ങളും ശരീരത്തിൽ പ്രതിരോധിക്കപ്പെടുന്നു. അപ്പോൾ ഡോക്ടറെ കാണാൻ മടിയുള്ളവർ കണ്ണും പൂട്ടി ആവശ്യമായ അളവ് വെള്ളം കുടിക്കാൻ തുടങ്ങിക്കോളൂ. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമുള്ള അളവ് ജലം നാം കുടിക്കുന്നില്ലെങ്കിലോ ഛർദി, ഡയറിയ മുതലായവ മൂലം ശരീരത്തിലെ ജലാംശം ഒരുപാട് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ തലച്ചോർ ഇത് മനസ്സിലാക്കി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് നിർദ്ദേശം കൊടുക്കുകയും ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ കിഡ്നി പുറന്തള്ളുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നു. ഇത് ശരീരത്തിൽ മാലിന്യങ്ങൾ പുറന്തള്ളാതെ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോണിന് കാരണമാകാം. ജലാംശം ശരീരത്തിൽ കൂടിയാൽ അത് എക്കിളിനും ബ്ലഡ് പ്രഷർ കൂടുന്നതിനും ഒക്കെ കാരണമാകുന്നു. രക്തക്കുഴലുകളിൽ കാണപ്പെടുന്ന ബാരോ റിസപ്റ്റേഴ്സ് ആണ് ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യുന്നത്. നാം വീഴുമ്പോഴോ ചെറിയ മുറിവുകൾ പറ്റുമ്പോഴോ ഈ ബാരോ റിസപ്റ്റേഴ്സ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് വീണാലോ മുറിവ് പറ്റിയാലോ തല കറങ്ങും പോലെ തോന്നുന്നതും വെള്ളം ആവശ്യപ്പെടുന്നതും. വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു എനർജി ലഭിക്കുകയും ചെയ്യുന്നു. വെള്ളം നന്നായി കുടിക്കുന്നത് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശാരീരിക ക്ഷമത വർദ്ധിക്കാൻ ഇടയാക്കുക മാത്രമല്ല, തലച്ചോറിന്റെ പ്രവർത്തനം സുഗമമാക്കാനും വെള്ളം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ എല്ലാം ചെയ്യാനും രാവിലെ മുതൽ വൈകുന്നേരം വരെ എനർജിയോടെ ജോലി ചെയ്യാനും സഹായിക്കുന്നു. ഇടയ്ക്കിടെയുള്ള മൂഡ് സ്വിങ്സ് അഥവാ മൂഡ് ഓഫിനെ തടയാനും വെള്ളത്തിനുള്ള പങ്ക് ചെറുതല്ല. ധാരാളം ജലം കുടിക്കുന്നത് ഹൃദയത്തിന്റെ പ്രവർത്തനം നന്നായി നടക്കുന്നതിന് സഹായിക്കുന്നു. മിനിമം 5 ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസവും കുടിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത 40% കുറയ്ക്കുന്നുണ്ടെന്ന് പഠനം. മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ ഒഴിവാക്കാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഒരു പരിധിവരെ സഹായിക്കും. കോൺസ്റ്റിപ്പേഷനെ തടയാനും വെള്ളത്തിന് സാധിക്കുന്നു. ചായ, കാപ്പി, മറ്റു മധുരപാനീയങ്ങൾ എന്നിവ തീർത്തും ഉപേക്ഷിച്ച് വെള്ളം മാത്രം കുടിക്കുന്നത് ഒരു ദിവസം 8 കിലോമീറ്റർ ഓടുമ്പോഴുണ്ടാകുന്ന അത്ര വെയിറ്റ് ലോസ് ഉണ്ടാകുമത്രേ. ശരിയായ അളവിൽ ശരിയായ സമയത്ത് വെള്ളം കുടിക്കുന്നത് അധികമായുള്ള ഭക്ഷണം കഴിക്കുന്നത് തടഞ്ഞ് വെയിറ്റ് കുറയാൻ സഹായിക്കുന്നു. മസിൽ കയറുന്നത് തടയാൻ ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശമുള്ളത് സഹായകരമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുമ്പോൾ ക്ഷീണം കുറയുന്നു. കണ്ണും മൂക്കും വായും എല്ലാം ഈർപ്പമുള്ളതായിരിക്കാൻ സഹായിക്കുന്നു. ശരീരോഷ്മാവ് നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നു. ദഹനം ശരിയായി നടന്ന് കഴിച്ച ഭക്ഷണത്തെ എനർജിയായി മാറ്റാൻ സഹായിക്കുന്നു. സ്കിന്നിന്റെ ഈർപ്പം നിലനിർത്തി തിളക്കമുള്ളതായിരിക്കാനും സഹായിക്കുന്നു. മറ്റു പാനീയങ്ങൾ നമുക്ക് പണം മാത്രമല്ല നഷ്ടമാക്കി തരുന്നത്, ആരോഗ്യം കൂടിയാണ്. എന്നാൽ അവയ്ക്ക് പകരം വെള്ളം കുടിച്ചാലോ പണം മുടക്കാതെയുള്ള ആരോഗ്യ പരിപാലനമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സ്കിന്നിന്റെ തിളക്കവും ആരോഗ്യവും കൂടുന്നത് ബ്യൂട്ടി പാർലറുകളിലും ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ഷോറൂമുകളിലും പണം ചിലവഴിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇഷ്ടമനുസരിച്ച് തണുത്തതോ നോർമലോ ചൂടുള്ളതോ ആയ വെള്ളം കുടിക്കാവുന്നതാണ്. ആമാശയത്തിലെത്തിയാൽ അവയെല്ലാം അതിന്റെ ടെമ്പറേച്ചറിലേക്ക് മാറിക്കൊള്ളും. വെള്ളം തിളപ്പിക്കുമ്പോൾ ഇരട്ടി മധുരത്തിന്റെ പൊടി, ജീരകം, പതിമുഖം, ബാർലി,
അതുമല്ലെങ്കിൽ തുളസിയില തുടങ്ങിയവയിൽ ഏതെങ്കിലും ഇട്ടാൽ നല്ലതാണ്. കഞ്ഞിവെള്ളം അല്പം ഉപ്പ് മാത്രം ചേർത്തോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയും കാന്താരിമുളകും കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് മൺകലത്തിൽ കലക്കി വെച്ചോ കുടിച്ചാൽ നല്ലൊരു ദാഹശമനി മാത്രമല്ല, ആരോഗ്യപരമായ പാനീയം കൂടിയാണ്. എന്നാൽ തണുത്ത വെള്ളം അലർജി ഉള്ളവർക്ക് തൊണ്ടവേദന, ജലദോഷം, പനി തുടങ്ങിയവയ്ക്ക് സാധ്യതയുള്ളതിനാലാണ് തണുത്ത വെള്ളം കുടിക്കുന്നത് മിക്കവരും തടയുന്നത്. എല്ലാം ആവശ്യത്തിനാകാം, അധികമായാൽ അമൃതും വിഷം എന്നല്ലേ ചൊല്ല്. ഭക്ഷണത്തിനിടയ്ക്ക് വെള്ളം കുടിക്കരുതെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് കേട്ടോ. ഏറ്റവും ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ പട്ടികയിൽ ലോകത്തിലെ തന്നെ കേമന്മാരിൽ ഒരാളായ കഞ്ഞി പിന്നെ എങ്ങനെ കഴിക്കാൻ പറ്റും? ആഹാരത്തിന് എരിവുണ്ടെങ്കിലോ ദാഹം തോന്നിയാലോ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ആവശ്യത്തിന് വെള്ളമാവാം. വയറിന്റെ പകുതി ഭക്ഷണം, ബാക്കിയുള്ളതിന്റെ പകുതി ഭാഗം വരെ വെള്ളം എന്നുള്ളതാണ് കണക്ക്. ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിച്ചാൽ ദഹനരസമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈല്യൂട്ടായി പോകുമെന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ അതിനുമുണ്ട് മറ്റൊരു ശാസ്ത്രീയ വശം. ഭക്ഷണം ആമാശയത്തിൽ എത്തിയതിനു ശേഷമാണ് ദഹനത്തിന് വേണ്ട ദഹനരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വെള്ളം കുടിച്ചാൽ കുടവയർ ഉണ്ടാകുമെന്നൊരു സംസാരവും പൊതുവെയുണ്ട്. എന്നാൽ ഇതും തെറ്റാണെന്ന് പറയേണ്ടി വരും. നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടിയാണ് കുടവയർ രൂപപ്പെടുന്നത്. ഇതിന് വെള്ളവുമായി ബന്ധമുണ്ടെന്ന് വന്നാൽ വെള്ളത്തിൽ കൊഴുപ്പിന്റെ അംശമുണ്ടെന്ന് പറയേണ്ടി വരില്ലേ? നമ്മുടെ ശരീരത്തിൽ നിന്നും മലമൂത്ര വിസർജനത്തിലൂടെ മാത്രമല്ല, ശ്വസിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കരയുമ്പോഴും വിയർക്കുമ്പോഴും എല്ലാം ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് ജലം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഡീഹൈഡ്രേഷന് കാരണമാകുന്നു. ഇത് തലവേദന, കണ്ണും വായും ചുണ്ടും ഉണങ്ങൽ, ഡാർക്ക് നിറമുള്ള യൂറിൻ, ക്ഷീണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. ജലാംശം ശരീരത്തിൽ കുറയുന്നത് ബ്രെയിൻ ടിഷ്യൂ ചുരുങ്ങുന്നതിന് കാരണമാകുന്നു. അതിനാൽ തന്നെ പല മാനസിക പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്നു. ഇപ്പോൾ പ്രചാരത്തിലുള്ള ഒന്നാണ് വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. 24 മണിക്കൂർ ജലം മാത്രം കുടിച്ചുകൊണ്ട് കഴിയുകയാണ് ഇതിൽ ചെയ്യുന്നത്. നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് 72 മണിക്കൂർ വരെ വെള്ളം മാത്രം കുടിച്ചു കഴിയുന്നതിൽ ആരോഗ്യപരമായി ഒരു തെറ്റുമില്ല. ഇതിലൂടെ പഴയ കോശങ്ങൾ നശിച്ച് പുതിയവ ഉണ്ടാകുന്നതിന് ശരീരത്തെ സഹായിക്കുന്നു. 20 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്കും മറ്റ് പ്രത്യേക രോഗങ്ങൾ ഇല്ലാത്തവർക്കും 21 ദിവസം അഥവാ 3 ആഴ്ചയിലൊരിക്കൽ വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് പഠനത്തിനും കളികൾക്കും മറ്റുമായി ശരീരത്തിലെ എനർജി ആവശ്യമായി വരുന്നതുകൊണ്ട് അവർക്ക് വാട്ടർ ഫാസ്റ്റിംഗ് നല്ലതല്ല. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൂടുതൽ വെയിലിൽ പണിയെടുക്കുന്നവർ, യൂറിക് ആസിഡ്, പ്രമേഹം മുതലായ രോഗങ്ങളുള്ളവർ എന്നിവർക്കൊന്നും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കിഡ്നി രോഗമുള്ളവർ, ഹൈ ബ്ലഡ് പ്രഷർ, ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉള്ളവരും വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കാതിരിക്കുകയാണ് ഉത്തമം. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന് പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ അപാര ഗുണങ്ങളെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ മാക്സിമം എല്ലാവരിലും എത്തിക്കണം എന്ന് തോന്നി. രോഗപ്രതിരോധ ശേഷിയുണ്ട് എന്ന ഒരൊറ്റ കാരണം മാത്രം മതിയല്ലോ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ നമുക്ക് പ്രോത്സാഹനമാകാൻ. ഇന്നത്തെ പല ശാരീരികം മാത്രമല്ല മാനസിക പ്രശ്നങ്ങൾക്കുമുള്ള വലിയൊരു പരിഹാരമാണ് ഈ വിലയിടാനാവാത്ത ജലനിധി എന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ എനിക്ക് എത്ര പേരോട് പറയാൻ കഴിയും? നിങ്ങൾക്കും എന്നെ സഹായിക്കാൻ കഴിയും. എങ്ങനെയെന്നോ? ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്